ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്ത്രങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സൺഡേ, എല്ലാവർക്കും നല്ലൊരു വീക്ക് ആദ്യം തന്നെ ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഫ്രോസൺ നമ്മുടെ പൊറോട്ടയും പിന്നെ പോർക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പകുതി എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കണം ഓർമ്മ വന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് ഓൾറെഡി ഇത് സവാളയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടി എല്ലാ പൊടികളും മസാലപ്പൊടി എല്ലാം ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പകുതി ആയപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. പിന്നെ ഞാനിവിടെ പാനൊക്കെ വെച്ചിട്ടുണ്ട് തീയൽ. പിന്നെ നമ്മുടെ ഫ്രോസൺ പൊറോട്ട ഇതാണ്ടേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ എടുത്ത് വെച്ചതാണ്. അത് ഒന്ന് സെറ്റായി വരണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷമൊക്കെ, സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാൻ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസമായി ജലദോഷവും തൊണ്ടടപ്പൊക്കെ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇന്ന് പള്ളിയിലൊന്നും പോയില്ല കേട്ടോ. രാവിലെ എണീറ്റ് ഭയങ്കര കാര്യം പറഞ്ഞാൽ നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ, ആ വെയിലിന് ഭയങ്കര കാറ്റാണ് കേട്ടോ. കാറ്റും തണുപ്പുമാണ് ഇന്നത്തെ വെയിലിൽ. അപ്പം ഞാൻ ഇത് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് സെറ്റായി വരണമെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നല്ല വെയിലാണെങ്കിലും അതിൻ്റെ കൂടെ ഭയങ്കര കാറ്റ് കേട്ടോ. ഭയങ്കര കാറ്റും ഈ പറഞ്ഞ പോലെ ഭയങ്കര തണുപ്പുമാണ്. അതുകൊണ്ട് എനിക്ക് രാവിലെ പള്ളി പോകാൻ ഒരു മൂടൊന്നും തോന്നിയില്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ ധ്യാനമൊക്കെ നടക്കുകയാണ്. പക്ഷേ ഈ തൊണ്ടടപ്പും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ തോന്നിയില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഉണ്ടേ ചെറിയൊരു മൂടൽ പോലെ വന്നിട്ടുണ്ട്. നമ്മുടെ മോലുകൂട്ടൻ അവിടെ നിലാവത്തോട്ട് അല്ലെങ്കിൽ ദൂരങ്ങളിലേക്ക് നോക്കി ആരോ കാത്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഷെഡിൽ. പിന്നെ ഇന്ന് ഈ പറഞ്ഞ പോലെ വെയിലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുണ്ട് മൂടി വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ രാവിലെ വിചാരിച്ചു ഉച്ചയ്ക്ക് ഈ പറയുന്ന പൊറോട്ടയും പിന്നെ എന്നാ പറയണ്ടേ മുട്ടക്കറിയും വെച്ച് അങ്ങോട്ട് ചെയ്തങ്ങോട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചു കേട്ടോ. സ്പൂൺ താഴ്പോയി. രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. മുട്ടക്കറി ഉണ്ടാക്കി എളുപ്പവഴി ക്രിയ ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തന്നെ തോന്നി സൺഡേ അല്ലേ, സൺഡേ ആകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും നോൺ വെജ് ഉണ്ട് എങ്കിലും സൺഡേയിൽ ഒരു സൺഡേ ഒരു എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ, അപ്പം നോൺ വെജ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ എല്ലൊന്നും എന്നെ കൊണ്ട് അടിച്ച് പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കിട്ടും. എല്ലിലുള്ള മാംസം ഒരു 1/4 ഭാഗത്തോളം ഞാൻ മുറിച്ചെടുത്തു കേട്ടോ. ബാക്കി എല്ലാം അങ്ങോട്ട് ഇട്ടു. ഇനിയിപ്പം വെന്ത് വരുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് കടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ എളുപ്പവഴി ക്രിയ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് തോന്നി വേഗം നോൺ വെജിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ്ടേ വെയിൽ വന്നു. ഞാൻ എല്ലാ വീഡിയോക്കകത്ത് ഈ വെയിൽ മഴ എന്ന് പറയുന്നതുകൊണ്ട് കുറച്ച് പേര് എന്നോട് പറഞ്ഞു ഈ വെയിലും മഴയെ കുറിച്ച് പറയാനുള്ളൂ. പക്ഷേ വേറെ എന്നാണ് പ്രത്യേകിച്ച് എന്നാ പറയേണ്ടത്? ഇപ്പം വെയിലുള്ളപ്പോൾ വെയിൽ എന്നല്ലാതെ മഴ എന്ന് പറയാൻ പറ്റുമോ? മഴയുള്ളപ്പോൾ വെയിൽ എന്ന് പറയാൻ പറ്റുമോ? ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ കാലാവസ്ഥ പറയുന്നത് എനിക്കും ഒരു സന്തോഷമാണ്. ചിലവർക്ക് കേൾക്കുന്നവർക്കും സന്തോഷം ഉണ്ടാവും, ചിലവർക്ക് ഇതൊരു ഇറിറ്റേഷൻ ആവും കേട്ടോ. അതൊന്നും എനിക്ക് വലിയ വിഷയമല്ല. നമ്മുടെ മോയിലുകൂട്ടൻ വന്നിട്ടുണ്ട്. കാത്തിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും അടുക്കള വാതിലേക്ക് വന്ന് നോട്ടാണ് കേട്ടോ. എപ്പോഴും എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയുടെ വരവാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ചീരയുടെ ഇലയും മേടിക്കുന്ന ചീരയുടെ ഇലയും പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ ബീൻസും കോളിഫ്ലവർ എല്ലാം കൊടുക്കും കേട്ടോ. പുള്ളിക്ക് എല്ലാം കിട്ടുമെന്നറിയാം. അതുകൊണ്ടാണ് പുള്ളി വന്ന് പാത്തിരിക്കുന്നത്. പിന്നെ പുള്ളി വരുന്ന സിഗ്നൽ ഇപ്പം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കഴുത്തിലൊരു മണിയും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മണിയുണ്ട്. എനിക്ക് എന്ത് രസമല്ല അവനെ കാണാൻ, സുന്ദരനല്ലേ. ഞാൻ നമ്മുടെ കോളിഫ്ലവറിൻ്റെ കുറച്ച് ഇല കൊണ്ട് കൊടുക്കുകയാണ്. അതും അവൻ കഴിക്കുന്നു. നിൽക്കൂ.
കണ്ടോ, ഇവനെല്ലാം കഴിക്കുന്നവനാണ് കേട്ടോ. ചോറ് കൊടുത്താലും ചോറും കഴിക്കും, മിടുക്കനാണ്. അങ്ങനെ ഇന്നത് വേണമെന്നൊന്നുമില്ല, എന്നെ വേണമെങ്കിലും കഴിച്ചോളും കേട്ടോ. ചോറ് കൊടുത്താൽ ചോറ് കഴിക്കും, ബിസ്ക്കറ്റ് കൊടുത്താൽ ബിസ്ക്കറ്റ് കഴിക്കും. എന്നെപ്പോലാണ് എന്തും കഴിക്കും, ഒരു കുഴപ്പമില്ല. തിരിച്ച് കടിക്കാത്ത എല്ലാം കഴിക്കും കേട്ടോ. അവൻ ചീഞ്ഞതും അളിഞ്ഞതൊന്നും കഴിക്കില്ലെന്നുള്ളൂ, അത് കൊടുക്കാറുമില്ല കേട്ടോ, അത് വേറെ സത്യം. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെന്താണ്, പിന്നെ ഒരാൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഈ വീഡിയോയ്ക്ക് ഇന്ന് ലൈക്കും കമൻറ്റൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ലൈക്കും കമൻറ്റും ഇപ്പോൾ എപ്പോഴും കിട്ടണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ തുടങ്ങിയത് തന്നെ എൻ്റെ ഒരു സന്തോഷത്തിനാണ്. പിന്നെ 10 പേര് കാണുമ്പോൾ അതും ഒരു സന്തോഷമാണ്. ഇപ്പോൾ എല്ലാവരും കാണുന്നതിന് ലൈക്ക് അടിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ കാര്യം. പിന്നെ എന്താണ്, ഞാൻ കുറച്ച് നേരം പിള്ളേരെ കൊണ്ട് നല്ല വെയിൽ വന്നപ്പോഴത്തേക്കും ഈ അവരുടെ ബൈക്കിൽ ഇങ്ങനെ കറക്കാൻ കൊണ്ടുപോയി കേട്ടോ. റൂട്ടിൽ കൂടെ ഇങ്ങനെ നിർത്താനൊക്കെ കൊണ്ടുപോയി. അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ്. എന്നോട് പറ്റുന്നില്ല, അതുപോലെ തണുപ്പ്. പിന്നെ ഭയങ്കര കാറ്റും. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചു പോന്നു. ആ പോയ സ്പീഡിൽ തന്നെ കുറച്ച് നേരം അതിൻ്റെ കൂടെ എല്ലാം കുറച്ച് ഓടിപ്പിച്ചിട്ട്, മീൻസ് ബൈക്കിൽ ഓടിപ്പിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. അതുപോലത്തെ തണുപ്പാണ്. അപ്പോൾ എൻ്റെ ഒരു പൊറോട്ട ഇവിടെ സക്സസ്ഫുള്ളായിട്ട് ഫിനിഷ് ആയി കേട്ടോ. അടുത്ത ഞാൻ വെച്ചിട്ടുണ്ട്. ഗാർഡനിലൊന്ന് പോകട്ടെ, ഗാർഡൻ സെറ്റായിട്ടുണ്ട്. എല്ലാ തരത്തിലും പൂക്കളും ഉണ്ട് കേട്ടോ. ഈ ചുമപ്പ് കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ പിള്ളേരുടെ കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം ഗാർഡനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സെറ്റപ്പ് ഗാർഡനല്ലേ, നല്ല ഗാർഡൻ അല്ലേ. ഉള്ള സ്പേസിൽ നമ്മൾ നന്നായിട്ട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തുളിപ്പും കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ട്. പക്ഷേ അവിടെ സ്പേസ് കുറച്ചുണ്ട്. അപ്പം അതിന് സമയം കിട്ടിയില്ല. ഇനിയിപ്പോൾ സമയം കിട്ടുന്ന പോലെ പോയി മേടിച്ച്. പക്ഷേ അതിൻ്റെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു, ഈ സമയത്തല്ല വെക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ അതിൻ്റെ കിഴങ്ങൊക്കെ നട്ടു വെക്കണമായിരുന്നു. പിന്നെ പറ്റുന്ന പോലെയൊക്കെ എല്ലാ പ്ലാന്റ്സ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? അപ്പോൾ 2-3 ചപ്പാത്തി തന്നെ വായി വരുന്നത്. പൊറോട്ട 2-3 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ എത്രയാണ് ആവശ്യത്തിന് വേണ്ട അത്രയും ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച് നന്നായിട്ട് അങ്ങ് കുടയും കേട്ടോ. അതായത് കുടയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല, നന്നായിട്ട് അങ്ങോട്ട് എന്താണ് നമ്മൾ ഇങ്ങനെ ഇടിച്ചിടിച്ച് സോഫ്റ്റ് ആക്കും കേട്ടോ. അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ വരുമല്ലോ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പരിപാടി ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഫ്രോസൺ പൊറോട്ട ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇതായി സോഫ്റ്റായിട്ട് വരാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണുക, കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.